അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എന്താണ് മക്കളെ വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ സുഖാണ്. ഓക്കെ, റാഹത്ത് തന്നെയല്ലേ? ഓക്കെ, നമ്മള് ഇന്നലെ എന്തൊക്കെ പറഞ്ഞിരുന്നേ? ഇന്നലെ എന്താ പറഞ്ഞിരുന്നേ? പറയും. എന്താ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ നോക്കാലോ. അതിനുള്ള മഹത്വങ്ങൾ. ആ, മതപഠനത്തിന്റെ മഹത്വങ്ങളെ കുറിച്ചാ പറഞ്ഞത്. മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. ഏതൊക്കെ കാര്യങ്ങളാ പറഞ്ഞത്? അറിവ് നേടൽ ഒരു മുസ്ലിമിന്റെ നിർബന്ധ ബാധ്യതയാണ്. ആ, അറിവ് നേടുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ നിർബന്ധ ബാധ്യത. ഓക്കെ, അഹ്സൻതി. പിന്നെ റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കാൻ സാധിക്കും. റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കാൻ സാധിക്കും. ഓക്കെ, ഗുഡ്. പിന്നെ റബ്ബ് റബ്ബ് നന്മ ഉദ്ദേശിച്ചതിന്റെ അടയാളം ഉദ്ദേശിച്ചതിന്റെ ഈ അടയാളമാണ് മതപഠനം. അവസരം ലഭിക്കലാണ്. അതെ അതെ, ഒരാൾക്ക് അള്ളാഹു നന്മ ഉദ്ദേശിച്ചു എന്നതിന്റെ അടയാളം എന്താണ്? അയാൾക്ക് ദീന് പഠിക്കാൻ അവസരം കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇന്നലെ നമ്മൾ ആ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരുന്നത്. അന്ന് നമുക്ക് മറ്റൊരു ഉസ്താദാണ് അന്ന് ക്ലാസ് എടുക്കുന്നത്. സോ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇൻഷാ അള്ളാ നിങ്ങളോട് സംസാരിക്കാം. അബ്ദുൽ ഉസ്താദെ, ഒന്ന് ക്യാമറ ഒന്ന് ഓണാക്കോ ഞങ്ങൾക്ക്? ഓക്കെ. ഓക്കെ, പിൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ തുടങ്ങിക്കോളെ. തുടങ്ങി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം. വഅലൈക്കും അസ്സലാം. ഓക്കെ, സൗണ്ട് ക്ലിയർ അല്ലേ? ക്ലിയറാണ്. ഓക്കെ. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ, അപ്പൊ ഇന്നലെ ഷഫീഖ് ഉസ്താദ് എടുത്ത വിഷയം എന്തായിരുന്നു? മതപഠനത്തിന്റെ മഹത്വങ്ങൾ. ആ, മതപഠനത്തിന്റെ മഹത്വങ്ങൾ, മതപഠനത്തിന്റെ പ്രാധാന്യം എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് ഇൻഷാ അള്ളാ ഉസ്താദ് എടുക്കുന്നത് തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ. തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 5 കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പൊ ആദ്യം അതിന് പറയാനുള്ളത്, നിങ്ങൾ എല്ലാ ആളുകളും പൂർണ്ണ ശ്രദ്ധയോടുകൂടി ഇരിക്കണം. ഓക്കെ, ക്ലാസ് നിന്ന് നിങ്ങളെ ചിന്ത മാറാൻ പാടില്ല. അത് പറയുന്ന കാര്യങ്ങളിൽ എല്ലാം എഴുതി വെക്കരുത്. അത് പറയുന്ന എല്ലാ പോയിന്റ് എഴുതി വെക്കണ്ട. നിങ്ങൾ അത് എഴുതണം എന്ന് പറഞ്ഞ പോയിന്റ് മാത്രം എഴുതിയാൽ മതി. നിങ്ങൾ ഈ പോയിന്റ് എഴുതുക എന്നുള്ളത് സാർ പറയും. അപ്പൊ ആ ഒരു പോയിന്റ് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ, ഉസ്താദ് ആദ്യം ഒരു ചോദ്യം ചോദിച്ചിട്ട് തുടങ്ങും. എന്താണ് തിന്മ എന്ന് പറഞ്ഞാല്? ആരാ പറയാ? തിന്മ എന്ന് പറഞ്ഞാൽ എന്താ? ഹറാമായ കാര്യം. ആ, ഓക്കെ, ഹറാമായ കാര്യങ്ങളാണ് തിന്മ. ഓക്കെ, പിന്നെ എന്താ വേറെ ഡെഫിനിഷൻ തിന്മന്റെ? അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്നത്. അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ. ഓക്കെ, ശരി. പിന്നെ കഴിഞ്ഞോ? ഇപ്പോഴുള്ള തിന്മ എന്ന് പറഞ്ഞാല് ശരി. ശരിക്കും എന്താ തിന്മ എന്ന് ചോദിച്ചാല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇസ്മു മഹാക ഫീ സദ്രിക വകരിഹ്ത അൻ യത്തലി അലൈഹിൻ നാസ്. ഇതാണ് തിന്മ എന്ന് പറഞ്ഞാല്. അഥവാ ചില കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമുക്ക് കുറ്റബോധം ഉണ്ടെങ്കിൽ അതാണ് തിന്മ. ചില കാര്യം ചെയ്തതിന് ശേഷം കുറ്റബോധം. എന്താ കുറ്റബോധം എന്ന് പറഞ്ഞാല്, ഛേ, അത് ഞാൻ ചെയ്യണ്ട. ചെയ്യേണ്ടിയിരുന്നില്ല, അത് ഞാൻ പറയേണ്ടിയിരുന്നില്ല. കാര്യം ചെയ്തതിന് ശേഷം നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതാണ് തിന്മ എന്ന് പറഞ്ഞാല്. ഇപ്പോ നിങ്ങൾ എല്ലാ ആളുകളും നിസ്കരിക്കാറില്ലേ? നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തോന്നോ ചെയ്യുന്നു നിസ്കരിക്കേണ്ടിയില്ല എന്ന് തോന്നോ? തോന്നോ? ഇല്ല. ഇല്ല. ഒരു ഒരു ദിവസം ഒരു 3 പേജ് ഖുർആൻ ഓതിയിട്ടേ, ഓതി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ അത് ഓതണ്ടിയിരുന്നില്ല, ആകെപ്പാടെ അങ്ങോട്ട് മൂഡ് ഓഫ് ആയി, അങ്ങനെ പറയാം നമ്മള്. ഇല്ല.
ഇല്ല. എന്നാൽ ഒരു തിന്മ ചെയ്യുന്ന സമയത്തോ എന്നാൽ ഒരു തിന്മ ചെയ്യുന്ന സമയത്തോ ആ തിന്മ ചെയ്തതിന് ശേഷം ഇപ്പൊ നിങ്ങൾ പറഞ്ഞാണ് എന്താ തിന്മകൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് ആരെങ്കിലും തിന്മക്ക് ഒരു എക്സാമ്പിൾ പറയും. കള്ളുകൂടി ആ ശരി, കള്ളു കുടിക്കുക. പിന്നെ കള്ളുമ്പ് പറയാം എന്താണ് കടന്നുറങ്ങി ഉപദ്രവിക്കുക ആ കളവ് പറയാ. ആ പിന്നെ മാതാപിതാക്കളെ ദ്രോഹിക്കുക. ആ കഴിഞ്ഞോ? തിന്മകൾ കഴിഞ്ഞോ? ഉം പിന്നെന്താ പറഞ്ഞേ? ഇപ്പൊ കള്ളു കുടിക്കുക, മാതാപിതാക്കളെ ദ്രോഹിക്കുക, അതേപോലെ തന്നെ അവിടെ താഴെ ഒരാള് എഴുതി നിസ്കരിക്കാതിരിക്കുക. ഓക്കെ, ഇത്ര കാര്യങ്ങളൊക്കെ. അപ്പോ ഇപ്പൊ നമ്മളൊരു കളവ് പറയുന്ന സമയത്ത് അത് ചെയ്തതിന് ശേഷം നമുക്ക് തോന്നുക ആ കളവ് പറയേണ്ടിയിരുന്നില്ല, അങ്ങനെ നുണ ഞാൻ പറയേണ്ടിയിരുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? എന്ന് നമുക്ക് തോന്നൂലേ? അതാണ് തിന്മ എന്ന് പറഞ്ഞാല്. അപ്പൊ തിന്മ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഡെഫിനേഷൻ എന്താണ്? നമുക്ക് ഒരു കാര്യം ചെയ്തതിന് ശേഷം അത് ചെയ്യണ്ടായിരുന്നു, അത് പറയണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ പിന്നെ അവിടേക്ക് പോകണ്ടായിരുന്നു എന്നൊക്കെ തോന്നുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ എന്ത് പറയാ? തിന്മ എന്ന് പറയാം. അതേപോലെ തന്നെ അതിന്റെ ഡെഫിനിഷന്റെ രണ്ടാമത്തെ ഒരു ഭാഗമാണ് ആളുകൾ കാണുന്നതിനെ നമ്മൾ പേടിക്കും ഈ കാര്യം ചെയ്യുമ്പോൾ. ഇപ്പൊ നിസ്കരിക്കണത് ആളുകൾ കാണുന്നത് നമ്മൾ പേടിക്കുന്നുണ്ടോ? ഇല്ല. ഖുർആൻ പാരായണം ചെയ്യുന്നത് ആളുകൾ അറിയുന്നത് നമുക്ക് പേടി തോന്നുന്നില്ല. വാലൈക്കും മുസ്സലാം. ഓക്കെ. പിന്നെ ഇപ്പൊ നമ്മൾ ദിക്റുകൾ ചൊല്ലുക എന്നുള്ളത് അത് മറ്റുള്ള ആളുകൾ അറിയുന്നത് നമ്മൾ പേടിക്കണ്ടോ? ഇല്ല. എന്നാൽ നമ്മളൊരു മോശപ്പെട്ട ഒരു വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ഒരാളുമായിട്ടൊരു ചാറ്റിങ് അത് പിന്നെ മറ്റുള്ള ആളുകൾ അറിയുന്നുള്ള ഒരു പേടി വരില്ല അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക്? അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ഒരു പേടി വരില്ലേ? അപ്പൊ ഇതാണ് തിന്മ എന്ന് പറഞ്ഞാല്. അപ്പൊ മറ്റുള്ള ആളുകൾ അറിയുന്നതിനെ പേടിക്കുക, അതേപോലെ തന്നെ ചെയ്തതിന് ശേഷം ഒരു പേടി മനസ്സിൽ വരിക, ഒരു കുറ്റബോധം, അത് വേണ്ടിയിരുന്നില്ല, അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, അവിടേക്ക് പോകേണ്ടിയിരുന്നില്ല, അത് കാണേണ്ടിയിരുന്നില്ല, അത് കേൾക്കേണ്ടിയിരുന്നില്ല, ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതാണ് തിന്മ എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഈ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? തിന്മ എന്താന്ന് പറഞ്ഞു, ഇനി തിന്മന്ന് രക്ഷപ്പെടണ്ടേ? അതിന് ചില കാര്യങ്ങളും കൂടിയുണ്ട്. അതിൽ 5 കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉസ്താദ് സൂചിപ്പിക്കുന്നത്. ശരി, നോക്കി നിങ്ങൾ എല്ലാ ആളുകളും സ്ക്രീനിൽ ഒന്ന് നോക്കാണ്. സ്ക്രീനിൽ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരു മിനിറ്റ്. പിന്നെ ഷഫീഖ് ഉസ്താദ് എന്നെ പോസ്റ്റ് ആക്കിയിട്ടില്ല, ഒന്ന് പറയട്ടെ. ഓക്കെ. ഷഫീഖ് ഉസ്താദേ പിന്നെ അത് ഹോസ്റ്റ് ആക്കും. അത് പിന്നെ ഹോസ്റ്റ് ആക്കിയാലേ നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. ശരി, അപ്പൊ തൽക്കാലം ഉസ്താദ് പറഞ്ഞുതരാം, നിങ്ങൾ പോയിന്റ് എഴുതിയാൽ മതി കേട്ടോ. ഷഫീഖ് ഉസ്താദ് നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ഉസ്താദ് ഹോസ്റ്റ് ആക്കും. ശരി. അതില് തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമ്മൾ ഒന്നാമതായിക്കൊണ്ട് ശ്രദ്ധിക്കേണ്ട പോയിന്റ്, എല്ലാവരും നോട്ട്ബുക്കും പേന എടുത്തോ? ഒന്നാമത്തെ പോയിന്റ് എന്താ അറിയോ? ഒന്നാമത്തെ പോയിന്റ്, അള്ളാഹു സദാസമയം നമ്മളെ കാണുന്നു എന്ന ബോധം ഉണ്ടാകണം. അള്ളാഹു ഫുൾ ടൈം നമ്മളെ കാണുന്നു എന്ന ചിന്ത മനസ്സിലുണ്ടാകും. എഴുതി, അള്ളാഹു ഫുൾ ടൈം നമ്മളെ കാണുന്നു, നമ്മളെ നോക്കുന്നു എന്ന ചിന്ത മനസ്സിലുണ്ടാകുക. ഇത് ഇങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയും.
അങ്ങനെ ചിന്തിച്ചാല് നമുക്ക് തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയും. റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ ഉസ്താദെ? ഒന്നുകൂടി പറയാം. ഓക്കെ, എഴുതിയോ? എങ്ങനെ എന്താ പറഞ്ഞ നമ്മള്? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? ആ, അള്ളാഹു ഫുൾ ടൈം, അള്ളാഹു സദാസമയം നമ്മളെ കാണുന്നു എന്ന ചിന്ത മനസ്സിലുണ്ടാകും. അള്ളാഹു ഫുൾ ടൈം നമ്മളെ കാണുന്നു എന്ന ചിന്ത മനസ്സിലുണ്ടാകും. അതാണ് ഒന്നാമത്തെ പോയിന്റ്. നമ്മൾ ആലോചിച്ച് നോക്കാണി. പിന്നെ നമ്മളിപ്പോ ഒരു റൂമിന്റെ ഉള്ളിൽ നമ്മൾ താമസിക്കുകയാണ് റൂമിന്റെ ഉള്ളിൽ. അതിൽ നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ട്, കാണാൻ അവിടെ ടി വി ഉണ്ട്, നമുക്ക് ഉപയോഗിക്കാൻ ഒരു ഫോൺ ഉണ്ട്, അതില് പിന്നെ എന്താ പറയാ നെറ്റിന്റെ സൗകര്യങ്ങളുണ്ട്, പിന്നെ നമുക്ക് കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ റൂമിൽ ക്യാമറയുണ്ട്, 4 ഭാഗത്തും ക്യാമറ. നമ്മൾ ചെയ്യണതെല്ലാം റെക്കോർഡാണ്. നമ്മൾ കാണുന്നതും നമ്മൾ ചെയ്യുന്നതും നമ്മൾ കേൾക്കുന്നതൊക്കെ ലൈവായിട്ട് നമ്മുടെ പേരൻസ് അടുത്ത റൂമിൽ നിന്ന് ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ തെറ്റ് ചെയ്യുക. അവിടുന്ന് ഒരു മോശപ്പെട്ട ഒരു വീഡിയോ കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ആ സമയത്ത് വേറെ ഏതിലേക്കും തിരിയോ? ഉണ്ടാവും അങ്ങനെ. അസ്സലാമു അലൈക്കും അബ്ദുൽ ഉസ്താദെ, കോസ്റ്റ് ആക്കിയിട്ടുണ്ടേ. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. ഓക്കെ, മകള് സാർ പറഞ്ഞ മനസ്സിലായോ? ഇപ്പൊ നമ്മള് ഒരു റൂമിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ റൂമില് നമുക്കെല്ലാം ഉണ്ട്. ഫോണുണ്ട്, ടാബ് ഉണ്ട്, നെറ്റിന്റെ സൗകര്യങ്ങളുണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, കഴിക്കാനുള്ള ഫുഡ് ഉണ്ട്, വായിക്കാനുള്ള പുസ്തകമുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യണതെല്ലാം ക്യാമറയിൽ റെക്കോർഡുമാണ്. അത് നമ്മുടെ പേരൻസ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് അത് നിരീക്ഷിക്കുന്നുണ്ട്. എങ്കിൽ ആ റൂമിൽ നിന്ന് പിന്നെ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യോ? എല്ലാരും പറയും എന്താണ്? ഇല്ല. അപ്പൊ നമ്മളെ പേരൻസ് കാണുന്നുണ്ട് അല്ലെങ്കിൽ ഇവരൊക്കെ അറിയുന്നുണ്ടെന്ന് അറിയുമ്പോൾ നമ്മൾ അതിന്റെ ഉള്ളിൽ ഭയങ്കര നീറ്റായിരിക്കും, ഇല്ലേ? വേറൊന്നും കാണൂല, നല്ലത് മാത്രമേ സംസാരിക്കുള്ളൂ, അല്ലെങ്കിൽ നല്ലത് മാത്രമേ കേൾക്കുള്ളൂ, നല്ലത് മാത്രമേ കാണുള്ളൂ. അപ്പൊ ഇതേപോലെ തന്നെയാണ് അള്ളാഹു നമ്മളെ ഫുൾ ടൈം എന്ത് ചെയ്യുന്നുണ്ട്? നിരീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ സ്ക്രീനിൽ നോക്കാണി, ഞങ്ങൾക്കൊരു ഇത് കാണിച്ചു തരാം. എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കണേ. ഓക്കെ, തിന്മയിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ള 5 കാര്യങ്ങൾ. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് അള്ളാഹു സദാസമയം നമ്മളെ കാണുന്നു എന്ന ബോധ്യം വളർത്തുക. അപ്പൊ അതിങ്ങനെ ഒരു CCTV ക്യാമറ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ചില ഷോപ്പിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ എഴുതിയിട്ടുണ്ടാകും താങ്കൾ CCTV നിരീക്ഷണത്തിലാണ്. അല്ലെങ്കിൽ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ടാകും താങ്കൾ CCTV നിരീക്ഷണത്തിലാണ്. അപ്പൊ അവിടെ പോയിട്ട് ഒരാളും തെറ്റ് ചെയ്യൂല, കാരണം ഇതൊരാൾ കാണുന്നുണ്ട് എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ വരും. അപ്പൊ ഇതേപോലെ തന്നെയാണ് അള്ളാഹു ഫുൾ ടൈം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ കാണുന്നുണ്ട്, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതെല്ലാം അള്ളാഹു കാണുന്നു. നമ്മൾ എന്തൊക്കെ പറയുന്നു അതും അള്ളാഹു അറിയുന്നു. നമ്മൾ എന്തൊക്കെ കേൾക്കുന്നു അതും അള്ളാഹു കാണുന്നുണ്ട്. ഇപ്പോ നോക്കി, രണ്ടാമത്തെ സ്ക്രീനിൽ നോക്കാം. നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഓരോരുത്തർക്കും ചിലപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് റൂമൊക്കെ ഉണ്ടാകും. നിങ്ങൾ റൂമിന്റെ ഉള്ളിൽ വന്ന് നിങ്ങളെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഫാനൊക്കെ ഇട്ട് നിങ്ങൾ പുതപ്പിനുള്ളിൽ ടൈപ്പ് ചെയ്യണത് നിങ്ങളുടെ വാപ്പയും ഉമ്മയും അറിയുന്നില്ലെങ്കിലും, നിങ്ങളുടെ തൊട്ടപ്പുറത്തെ റൂമിൽ ഉറങ്ങണമെന്ന് നിങ്ങളുടെ ബ്രദറോ സിസ്റ്ററോ അറിയുന്നില്ലെങ്കിലും ആരറിയുന്നുണ്ട്? അള്ളാഹു അറിയുന്നുണ്ട്. നമ്മൾ എന്തൊക്കെ ടൈപ്പ് ചെയ്യുന്നു, നമ്മൾ എന്തൊക്കെ സംസാരിക്കുന്നു, നമ്മൾ ആരുമായിട്ടൊക്കെ സംസാരിക്കുന്നു, നമ്മൾ എന്തൊക്കെ കാണുന്നു, നമ്മൾ എന്തൊക്കെ കേൾക്കുന്നു, ഇതൊക്കെ ആര് കാണുന്നുണ്ട്? അള്ളാഹു കാണുന്നുണ്ട്. അപ്പൊ തിന്മയിൽ നിന്ന് നമുക്ക് വിട്ടു നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ പോയിന്റ് എന്താ അറിയോ? തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒന്നാമത്തെ പോയിന്റ്, അള്ളാഹു കാണുന്നുണ്ട്. സദാസമയം ഫുൾ ടൈം അള്ളാഹു നമ്മളെ കാണുന്നു
എന്ന ബോധ്യം നമുക്ക് ഉണ്ടാകണം. അങ്ങനെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ എന്ത് ചെയ്യും? തിന്മയിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ നമുക്ക് കഴിയും. ഓക്കെ, ക്ലിയർ ആണോ? ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ശരി, ഇനി രണ്ടാമത്തെ പോയിന്റ്. അപ്പോ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ പോയിന്റ് എന്നറിയോ? നോക്കുകയാണെങ്കിൽ എന്താണ് എഴുതിയിട്ടുള്ളത്? മരണം ഏത് സമയത്തും സംഭവിക്കാം എന്ന് ഉറപ്പിക്കുക. മരണം ഏത് സമയത്തും സംഭവിക്കാം എന്ന് ഉറപ്പിക്കുക. അഥവാ നമ്മളൊക്കെ എന്ത് ചെയ്യും? എപ്പോ വേണമെങ്കിലും മരണപ്പെടാം. മരണം ഏത് സമയത്തും സംഭവിക്കാം എന്ന ചിന്ത മനസ്സിലേക്ക് വരിക. മരണത്തിന് പ്രായമാകണമെന്നുണ്ടോ? വലിയ പ്രായമുള്ള മുതിർന്ന ആളുകൾ മാത്രമാണോ മരിക്കുക? അല്ല. അങ്ങനെ ഉണ്ടോ? മരണത്തിന് പിന്നെ എന്തെങ്കിലും മാനദണ്ഡം ഉണ്ടോ? ഇന്ന പ്രായം കഴിഞ്ഞാലേ മരിക്കുള്ളൂ, അല്ലാത്ത ഒരാളും മരിക്കൂല, അങ്ങനെ ഉണ്ടോ മരണത്തിന്? ഇപ്പൊ ഇവിടെ സൗദി അറേബ്യയിലാണ് ഇപ്പൊ ഉള്ളത്. അതിപ്പോ ഉള്ളത് സൗദി അറേബ്യയിലാണ്. ഇവിടെ ഈ ഒരാഴ്ചന്റെ ഗ്യാപ്പിൽ 2 കുട്ടികൾ മരിച്ചു. നിങ്ങളുടെ പ്രായമുള്ള 2 കുട്ടികൾ. നിങ്ങൾ ചിലപ്പോ പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വാർത്ത കണ്ടിട്ടുണ്ടാകും. അതിലൊരു കുട്ടി മരിക്കണം എങ്ങനെയാണെന്ന് അറിയോ? അഥവാ ഇവിടെ +1 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഒരു 3 ആഴ്ച മുമ്പായിരുന്നു. എല്ലാവരും ശ്രദ്ധിക്കണേ, അത് പറഞ്ഞത് ശരിക്കും കേൾക്കണേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഏത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്? +2. ആ, ഓക്കെ. ഈ കുട്ടി +1 അപ്പൊ +1 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന അന്ന് രാവിലെ എണീറ്റു, കുട്ടിയെ സുബഹിയൊക്കെ നിസ്കരിച്ചു. അതേപോലെ തന്നെ ആൺകുട്ടിയാട്ടോ. എന്നിട്ട് എന്ത് ചെയ്തു? ആ കുട്ടി പിന്നെ വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ കുളിച്ചു, ഡ്രസ്സൊക്കെ മാറ്റാൻ വേണ്ടി റൂമിലേക്ക് പോയി. അപ്പൊ യൂണിഫോം ഒക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ഇട്ട് വരാന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് പോയ കുട്ടി കുറേ സമയമായിട്ടും പുറത്തേക്ക് വരുന്നില്ല. അപ്പൊ സാധാരണ പേരൻസ് പിന്നെ വിചാരിച്ച എന്താണ്, അവർക്ക് കുറച്ച് ഡ്രസ്സൊക്കെ മാറ്റാനും കുറച്ച് ചിലപ്പോൾ അയൺ ചെയ്യാനൊക്കെ ഉണ്ടാകും, അതിന്റെ ടൈമാണെന്ന് കരുതി കുറച്ചേരം കാത്തുനിന്നു. എന്നാൽ കുറെ ടൈമായിട്ട് കുട്ടി പുറത്തേക്ക് വരുന്നില്ല. അപ്പൊ പേരൻസിന് ആകെ ബേജാറായി. പേരൻസ് വേഗം വാതിലൊക്കെ തുറന്ന് നോക്കിയപ്പോ ആ കുട്ടി നിലത്ത് വീണ് കിടക്കുന്നുണ്ട്. വേഗം കുട്ടീനെ എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് കുട്ടി പിന്നെ 3 ആഴ്ചത്തോളം വെന്റിലേറ്ററിൽ കടന്നു. അങ്ങനെ ആ കുട്ടി ഇപ്പൊ കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ടു. കഴിഞ്ഞ ചൊവ്വാഴ്ച, കഴിഞ്ഞ ഈ ദിവസം ആ കുട്ടി മരിച്ചു. കഴിഞ്ഞ ബുധനാഴ്ച ആ കുട്ടിന്റെ മയ്യത്തൊക്കെ കബറടക്കിയത്. ഒന്ന് ആലോചിച്ച് നോക്കണേ ആ കുട്ടിന്റെ അവസ്ഥ. നിങ്ങളെ പോലെ തന്നെ നിങ്ങളൊക്കെ പ്രായമുള്ള കുട്ടിയാണ്. ഏകദേശം 15-16 വയസ്സായിട്ടുള്ളൂ. രാവിലെ നിങ്ങളെ പോലെ തന്നെ എണീറ്റ കുട്ടിയാണ്. കുളിച്ച് ഡ്രസ്സ് മാറ്റാൻ വേണ്ടി റൂമിലേക്ക് പോയതാണ്. അവിടുന്ന് കുഴഞ്ഞു വീണ് മരിച്ചു. അറ്റാക്ക് ആയിരുന്നു. അതേപോലെ തന്നെ ഇവിടെ ദമാമില് ഒരു കുട്ടി ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുകയായിരുന്നു. നല്ല ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കുട്ടി കുഴഞ്ഞു വീണ് മരിച്ചു. ഈ 2 മരണങ്ങള് ഹലോ ഈ 2 മരണങ്ങൾ ഉസ്താദ് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാല്, നമ്മൾ ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ മരിക്കണതെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മളൊരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മരിക്കണതെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പോ പിന്നെ നമ്മളൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം പിന്നെ ഒരാളുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ മരിക്കണതെങ്കിൽ, മരണം നമ്മോട് വന്നിട്ട് അനുവാദം ചോദിക്കുക, ഞാൻ നാളെ രാത്രി നിങ്ങളുടെ മരണം എടുക്കാൻ വരികയാണെന്ന് പറഞ്ഞിട്ട് മലക്കുൽ മൗത്ത് അനുവാദം ചോദിച്ചിട്ടാണ് വരുന്നത്? അല്ല. ഇവിടെ കുറച്ചു കാലം മുമ്പ് ഒരു സംഭവം ഉണ്ടായിട്ട് മക്കളെ, എന്താണെന്നറിയോ? പിന്നെ 2 കുട്ടികൾ എന്ത് ചെയ്തു? പിന്നെ ഒരു ദിവസം സിനിമ കാണാൻ വേണ്ടി രാത്രി തിയേറ്ററിലേക്ക് പോയി. നമുക്കറിയാം സിനിമ ഹറാമാണ്, നമ്മളത് കാണാൻ പാടില്ല, മ്യൂസിക് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ വിട്ടു നിൽക്കണം, നമുക്കറിയാം. അപ്പൊ ഈ 2 കുട്ടികൾ എന്ത് ചെയ്തു? അവര് സിനിമ കാണാൻ വേണ്ടി രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി. 2 പേരും സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നാമത്തെ ആൾ എന്ത് ചെയ്തു? അയാൾക്കൊരു ഫോൺ കോൾ വന്നു. എന്തോ ഒരു അർജന്റ് കോൾ വന്ന സമയത്ത് ആ കുട്ടി പെട്ടെന്ന് സിനിമ പകുതിയാക്കിയിട്ട് തിരിച്ചു വീട്ടിലേക്ക് പോയി.
അപ്പൊ രണ്ടാമത്തെ ആൾ അവിടെ ഇരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരത് കംപ്ലീറ്റ് ആയിട്ട് വരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നു. അങ്ങനെ ഈ അവിടെ ഇരുന്ന കുട്ടീനെ പിറ്റേ ദിവസമായിട്ടും വീട്ടിൽ കാണുന്നില്ല. വീട്ടിലെത്തിയിട്ടില്ല, രാത്രി വീട്ടിലേക്ക് വന്നിട്ടില്ല. അപ്പൊ പാരന്റ്സ് ആകെ തിയേറ്ററിൽ പോയി നോക്കിയപ്പോ പാരന്റ്സ് ടെൻഷൻ ആയപ്പോ പുറത്തേക്ക് ഇറങ്ങി സാധാരണ പോകുന്ന ഭാഗത്തൊക്കെ അവർ ചെന്ന് നോക്കി. മക്കളൊന്ന് മ്യൂട്ട് ആക്കണേ, എല്ലാരും മ്യൂട്ട് ആക്കണേ, അവിടെ സംസാരിക്കണം, അവിടെ കേൾക്കുന്നുണ്ട്. അപ്പോ പിന്നെ സാധാരണ ഈ കുട്ടി എവിടൊക്കെ പോകുമോ അവിടൊക്കെ പോയി നോക്കി. ചിലപ്പോ ഫ്രണ്ട്സിന്റെ വീട്ടിലുണ്ടാകുന്ന ഏത് ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പോയി അവൻ സാധാരണ പോകുന്ന ഓരോരോ സ്ഥലങ്ങളിൽ ആ പേരൻസ് പോയി നോക്കി. എവിടെ നോക്കിയിട്ട് അവനെ കാണുന്നില്ല. അപ്പൊ ഇവന്റെ ഫ്രണ്ട്സിനെ വിളിച്ച് ചോദിച്ചപ്പോ തലേന്ന് ഇവന്റെ കൂടെ സിനിമ കാണാൻ വന്ന ആ ഒരു ഫ്രണ്ടിനെയും വിളിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും ഇന്നലെ രാത്രി സിനിമ കാണാൻ വേണ്ടി പോയിരുന്നു. ഞാനത് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇറങ്ങിപ്പോന്നു. എനിക്കൊരു ഫോൺ കോൾ വന്നപ്പോ അവൻ അവിടെ ഇരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവര് വേഗം എന്ത് ചെയ്തു, അവര് ആ സിനിമ കാണാൻ പോയ ആ തിയേറ്ററിലേക്ക് പോയി. തിയേറ്ററിൽ പോയപ്പോ കണ്ട കാഴ്ച എന്താണെന്നറിയോ? ഈ കുട്ടി മരിച്ചിട്ട് ആ സീറ്റിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇന്നലെ മരിച്ചിട്ടുണ്ട്. എങ്ങനെ? ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കണ്ട, ഇപ്പൊ നിങ്ങൾ ഇരിക്കല്ലേ, നിങ്ങൾ അതിന് മുമ്പിൽ ഇങ്ങനെ ഇരിക്കല്ലേ, ഈ ഇരിക്കുന്ന ഇരുത്തത്തിൽ നിങ്ങൾ മരിച്ചിട്ട് പോയ ഉണ്ടാക്കാൻ അവസ്ഥ. ഇപ്പൊ നമ്മൾ ഒരാൾ മരിച്ചാല് അയാളെ മയ്യത്ത് എന്താ ചെയ്യല്? ഇങ്ങനെ ഇരുത്തി വെക്കലാണ്, ഇരുത്താണ് ചെയ്യാ. എന്താ ചെയ്യാ? കടത്തി വെക്കും. കിടത്തി വെക്കും. എന്തിനാ കിടത്തി വെക്കണതെന്നറിയോ? ഈ മയ്യത്ത് അത് മരവിക്കുന്നതിന് മുമ്പായിക്കൊണ്ട്, അത് ഉറക്കുന്നതിന് മുമ്പായിക്കൊണ്ട് ശരീരം നിവർത്തി വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഉറച്ചു പോകും. പിന്നെ എങ്ങനെയാണ് ഉള്ളത് അങ്ങനെ മയ്യത്ത് മറമാടാൻ പറ്റുള്ളൂ. അപ്പോ ഈ ഇരിക്കുന്ന സമയത്ത് ഈ മയ്യത്തിനെ കിടത്തിയിട്ടില്ലെങ്കിൽ പിന്നെ അത് ഉറച്ചു പോകും. പിന്നെ മയ്യത്ത് കബർക്ക് വെക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? എങ്ങനെയാണോ ഇരിക്കണത് അതേപോലെ കബർക്ക് വെക്കണം. ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പൊ എന്നിട്ട് ഈ കുട്ടിന്റെ മയ്യത്ത് എന്ത് ചെയ്തിക്കണോ? ആകെ അങ്ങോട്ട് മരവിച്ചിട്ട് അവിടെ ഉറച്ചു പോയിക്കണോ. അപ്പൊ മയ്യത്ത് കബറൊക്കെ കുഴിച്ചിട്ട് കബർക്ക് ഇറക്കി വെച്ചത് എങ്ങനെയാണെന്നറിയോ? കബർക്ക് ഇറക്കി വെച്ചത് എങ്ങനെയാണോ ഇരിക്കുന്നത് ഈ ഇരിക്കുന്ന അതേപോലെ മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെച്ചു എന്നുള്ളതാ. അപ്പൊ ഇങ്ങനെ ആലോചിച്ച് നോക്കാം, നമ്മൾ ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ മരിക്കണതെങ്കിൽ, തെറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ്, ഒരു തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തോ ആണ് നമ്മൾ മരിക്കണതെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ തിന്മയിൽ നമ്മൾ വിട്ടു നിൽക്കാൻ നമ്മൾ ഒന്നാമതായിക്കൊണ്ട് ആലോചിക്കേണ്ട കാര്യം എന്താണ്? എന്താണ് ഒന്നാമതായി ആലോചിക്കേണ്ടത്? അല്ലാഹു സദാസമയം ഫുൾ ടൈം നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടോ എന്നുള്ളത്. ശരിയാണല്ലേ? മരണം ഏത് സമയത്തും നമ്മളെ പിടികൂടാന്നുള്ളത് അല്ലേ? നമ്മള് എപ്പോഴും ഒന്ന് ആലോചിക്കും. ഒന്നാമത്തെ പോയിന്റ്, അള്ളാഹു ഫുൾ ടൈം നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും അറിയില്ല, ഉമർ അലി അള്ളാഹു എനിക്കൊന്ന് കേട്ടിപ്പോ നിങ്ങള്? ഉമർ അലി അള്ളാഹു എനിക്കൊന്ന് കേട്ടിട്ടില്ലേ? ഓക്കെ. 4 ഖലീഫമാരാരൊക്കെ? ആരാ പറയാ 4 ഖലീഫമാരാരൊക്കെയാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു, 1 അബൂബക്കർ റളിയല്ലാഹു അൻഹു, 2 ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, 3 ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, 4 അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു. അതിൽ ഈ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണ കാലഘട്ടത്തിൽ അദ്ദേഹം രാത്രി ഇറങ്ങി നടക്കുന്ന, എന്തിനെ? തന്റെ നാട്ടിലെ ജനങ്ങൾ എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്നുണ്ടോ, ആരെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടോ, ആരെങ്കിലും അക്രമത്തിന് ഇരയാകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു രാത്രി ഇറങ്ങി നടക്കും. ഇറങ്ങി നടക്കുന്ന സമയത്ത് അദ്ദേഹം മദീനന്റെ അതിർത്തി ഭാഗത്തൊരു വീട് കണ്ടിട്ടോ. ആ വീട്ടിലെ ഒരു ഉമ്മയും ഒരു കുട്ടിയും ഉണ്ട്. ഒരു പെൺകുട്ടിയും, നിങ്ങളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയുണ്ട്, ഒരു ഉമ്മയും ഉണ്ട്. അപ്പൊ ഈ കുടുംബം എങ്ങനെ ജീവിക്കണതെന്നറിയോ? പാല് വിറ്റിട്ടാണ് ജീവിക്കണത്. അഥവാ പശുവിന്റെ പാല് കറന്നിട്ട്, അല്ലെങ്കിൽ ഒട്ടകത്തിന്റെ പാല് കറന്ന്, അല്ലെങ്കിൽ ആടിന്റെ പാല് കറന്ന് അതിന്ന് കിട്ടുന്ന പാല് എടുത്തിട്ട് അത് അങ്ങാടി കൊണ്ടുപോയി വിൽക്കും. അപ്പൊ അതിന് പകരമായിട്ട് ലഭിക്കുന്ന പണം കൊണ്ടാണ് ഇവര് ജീവിക്കണത്. അപ്പൊ ഒരു ദിവസം പാല് കറന്നപ്പോ പാല് വളരെ കുറവ്. ഇത് കൊണ്ടുപോയി വിറ്റ വലിയ പണം കിട്ടുന്നില്ല.
അപ്പൊ ഉമ്മ പറഞ്ഞു പാലിൽ എന്ത് ചേർക്കാന്? സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകൾ ചേർക്കും. പാലിൽ എന്താ ചേർക്കുക? വെള്ളം പാലിന്റെ അളവ് കൂട്ടാന് വെള്ളം ചേർക്കും. വെള്ളം ചേർത്തു. അപ്പൊ ഉമ്മ പറഞ്ഞു മോളെ ഈ പാലിന്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് വെള്ളം ചേർക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ആ മോള് പറഞ്ഞു ഉമ്മ അത് നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റൂലല്ലോ, കാരണം നമ്മുടെ ഭരണാധികാരി നമ്മുടെ രാജാവ് ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്യരുത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭടന്മാര് വന്നിട്ട് ഇവിടെ വിളംബരം നടത്തി, ഇവിടെ പ്രഖ്യാപനം നടത്തിയിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യണത് ശരിയല്ലല്ലോ ഉമ്മാന്ന് മോള് പറഞ്ഞു. അപ്പൊ ആ ഉമ്മ പറഞ്ഞു മോളെ ഇപ്പൊ മോള് പാലില് വെള്ളം ചേർത്തിയാല് മദീനത്ത് താമസിക്കുന്ന അവിടെ മദീനത്ത് ഉറങ്ങുന്ന ഉമർ ഇത് അറിയാൻ പോണമെന്നില്ല. ഉമർ ഇപ്പൊ രാത്രി ഉറങ്ങാം, പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യേണ്ടതൊക്കെ കേൾക്കുകയാണ്. ഇവരുടെ വീടിന്റെ പുറത്തുനിന്ന് ആര് കേൾക്കുന്നുണ്ട്? ഉമർ റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഉമർ ഇതിപ്പോ അറിയണില്ല മോളെ, ഉമറിന്റെ ഭടന്മാരും ഉമറിന്റെ സർവൻസും ഇതൊന്നും അറിയാൻ പോണില്ല, അതുകൊണ്ട് മോള് ധൈര്യത്തിൽ എന്ത് ചെയ്തോ വെള്ളം ചേർത്തിക്കോ എന്ന് പറഞ്ഞു. അപ്പോ ആ മോള് പറയാണ് ഉമർ അറിയുന്നില്ലെങ്കിലും ഉമറിന്റെയും നമ്മുടെയും റബ്ബ് ഇതെല്ലാം അറിയുന്നു, റബ്ബ് ഇത് കാണുന്നു എന്നാണ്. നമ്മൾ ഇരുട്ടിന്റെ മറവിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പോലും അതൊക്കെ ആരറിയുന്നുണ്ട്? അള്ളാഹു അറിയുന്നുണ്ട്. അപ്പോ നമ്മൾ ഇന്ന് പറഞ്ഞൊരു പോയിന്റ്, തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ പോയിന്റ്, ഫുൾ ടൈം നമ്മൾ ചെയ്യണതും നമ്മൾ കാണുന്നതും നമ്മൾ കേൾക്കുന്നതും. ഇപ്പൊ ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യണത് എന്നുള്ളത് അതിനിപ്പോ കാണാൻ കഴിയുന്നില്ല. പിന്നെ എല്ലാവരും ഒരേപോലെ എനിക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ. എന്നാൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളടക്കം ആര് കാണുന്നുണ്ട്? അള്ളാഹു കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് ആകെ അതിലിപ്പോ ഒരു 4-5 ആളുകൾ ഇപ്പൊ കാണുന്നത്. പിന്നെ എന്ത് ചെയ്യണം? അതിന്റെ താഴെയുള്ള ആളുകൾ ഞാൻ സ്ക്രോൾ ചെയ്യണം. സ്ക്രോൾ ചെയ്താലാണ് എന്താണ് അടുത്ത ആൾ ചെയ്യേണ്ടത് എന്ന് എനിക്കറിയുള്ളൂ. പക്ഷെ എല്ലാവരും എന്താണ് ചെയ്യണത് എന്നുള്ളത് മൈന്യൂട്ടായിട്ട് വരെ നിങ്ങൾ ചെയ്യുന്ന A to Z കാര്യങ്ങൾ വരെ ആരറിയുന്നുണ്ട്? അള്ളാഹു അറിയുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? രണ്ടാമത്തെ പോയിന്റ് നമ്മളൊക്കെ ഏത് സമയത്തും മരണപ്പെടാം. ഇപ്പൊ നിങ്ങളുടെ കുടുംബത്തിൽ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? ഇല്ലേ, നമ്മുടെ കുടുംബത്തിലൊക്കെ പല ആളുകളും മരിച്ചു. നമ്മുടെ വല്യപ്പ മരിച്ചിട്ടുണ്ടാകും, വല്യമ്മ മരിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ട റിലേറ്റീവ് ഒക്കെ മരിച്ചിട്ടുണ്ടാകും. അവരുടെ അരികിലേക്ക് വന്ന അതേ മലക്കുൽ മൗത്ത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ റൂഹ് എടുക്കാൻ നമ്മുടെ അരികിലേക്കും വരും. ആ മലക്കുൽ മൗത്ത് എന്ത് ചെയ്യും? നമ്മുടെ അരികിലേക്കും നമ്മുടെ റൂഹ് എടുക്കാൻ വരും. ചിലപ്പോ ഇന്നായിരിക്കും, ചിലപ്പോ നാളെ ആയിരിക്കും, ചിലപ്പോ ഒരു കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോ 20 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും. എപ്പോഴാണെങ്കിലും നമുക്ക് എന്ത് വരാനുണ്ട്? ഒരു മരണം വരാനുണ്ട് എന്നുള്ളതാണ്. അപ്പൊ തിന്നിന്ന് വിട്ടു നിൽക്കാൻ നമ്മൾ രണ്ടാമതായിക്കൊണ്ട് ആലോചിക്കുക, നമുക്കൊരു മരണമുണ്ട്. ആ മരണം വരുന്ന സമയത്ത് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മരണമെങ്കിൽ നമുക്ക് നാളെ പരലോകത്ത് പ്രയാസമായിരിക്കും ഉണ്ടാകുക. അപ്പൊ മരണത്തിന് നമുക്ക് സമയം അറിയുന്നില്ല. രാത്രി 12 മണിക്ക് മരണം വരും നമുക്ക് അറിയുന്നില്ല. അപ്പൊ ഏത് സമയത്തും നമ്മൾ തെറ്റിന്ന് വിട്ടു നിൽക്കുക. ശരി, നോക്കി മൂന്നാമത്തെ പോയിന്റ് നോക്കാണേ. ഇതാ മൂന്നാമത്തെ പോയിന്റ്, ഖബറിന്റെ ഇരുട്ടിൽ കിടക്കണമെന്ന ബോധം വളർത്തുക. ഖബറിന്റെ ഇരുട്ടിൽ കിടക്കണമെന്ന ബോധം വളർത്തുക. ഈ 3 പോയിന്റ് എഴുതിയില്ലേ? 1 എഴുതിയില്ലേ നിങ്ങള്? 1, 2 എഴുതിയോ? എഴുതി. ഓക്കെ. ഇനി മൂന്നാമത്തെ പോയിന്റ്, ഖബറിന്റെ ഇരുട്ടിൽ കിടക്കണമെന്ന ബോധം വളർത്തുക. നോക്കാണ്, ഈ ഖബർ കണ്ടോ നിങ്ങള്? ഒരു കുഴി കുഴിച്ചിട്ട് ഒരു 6 അടി മണ്ണ് കുഴിച്ചെടുത്തിട്ട് അതിന്റെ മണ്ണ സൈഡിലേക്ക് വെച്ചിട്ട് ആ ഖബറിലാണ് ഓരോ ആളുകളെയും കിടക്കുക. ഖബറിൽ നല്ല വെളിച്ചമൊക്കെ ഉണ്ടോ? നോക്കാണ്, ആ ചിത്ര സ്ക്രീനിലേക്ക് നോക്കാണ്. ഖബർ നല്ല വെളിച്ചം, ലൈറ്റും ഫാനൊക്കെ ഉണ്ടോ? ഇല്ല, ആകെ ഇരുട്ടാണ് അല്ലേ? 2 തരം ഖബർ കുഴിക്കാൻ 2 തരം രീതികളാണുള്ളത്. ഖബർ കുഴിക്കാന് 2 തരം രീതികളുണ്ട്. ഒന്നതാ ഈ കാണുന്ന രീതി. ഒരു വലിയ കുഴി കുഴിച്ചിട്ട് അതിന്റെ സെന്ററിൽ ഒരു കുഴി കണ്ടോ? ഒരു വലിയ കുഴി, പിന്നെ അതിന്റെ സെൻട്രലായിട്ട് മധ്യഭാഗത്തായിട്ട് ഒരു കുഴി.
കാണുന്നുണ്ടോ? ഓക്കെ. ഇനി മയ്യത്ത് എങ്ങനെ വെക്കുക? മയ്യത്ത് കമിഴ്ന്നിട്ടോ അല്ലെങ്കിൽ മലർന്നിട്ടോ അല്ല, ചെരിച്ചിട്ടാണ് വെക്കുക. എല്ലാ മയ്യത്തും വെക്കണത് ചെരിച്ചിട്ടാണ്. ആ ചെരിച്ച് മയ്യത്ത് വെച്ചിട്ട് ഈ കബറിന്റെ തൊട്ടപ്പുറത്ത് ഒരു വെള്ള കല്ല് കണ്ടില്ലേ നിങ്ങള്? വലിയ കല്ലുകള് സൈഡിൽ ഇങ്ങനെ ചാരി വെച്ചിക്കണു. ആ കല്ല് എന്ത് ചെയ്യും? അതിന്റെ മേലേക്ക് വെക്കും. അത് മേലെ വെച്ച് മൂടും. പിന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് പിന്നെ കോരിയിട്ട മണ്ണ് കണ്ടില്ലേ? ആ മണ്ണ് അതിന്റെ മേലേക്ക് വാരിയിടും. ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലുള്ള കബറ്. ആദ്യം വലിയൊരു കുഴി, പിന്നെ അതിന്റെ സെൻട്രലായിട്ട് മധ്യഭാഗത്തായിട്ട് വേറൊരു കുഴി. ഇനി നിങ്ങൾ സ്ക്രീനിൽ നോക്കണേ, അടുത്ത കബർ നോക്കാണേ. ഇതൊരു മയ്യത്ത് ഇപ്പൊ നോക്കാണേ, ആ മയ്യത്ത് കബർക്ക് വെച്ചിട്ടാണ്. ഇതില് ഒരു കുഴി കുഴിച്ചിട്ട് ഇതില് പിന്നെ അടുത്ത കുഴി കുഴിച്ചത് സെൻട്രലാണോ സൈഡിലാണോ? സൈഡിലാണ്. ഇതാണ് രണ്ടാമത്തെ രീതി. സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെയാണ് കബർ കുഴിക്കുക. രണ്ട് രീതിയും പറ്റും. ആദ്യം വലിയ കുഴി കുഴിച്ചിട്ട് പിന്നെ സെൻട്രലിൽ ഒരു കുഴി കുഴിക്കുക. അതിനെ ഷിഖ് എന്ന് പറയും. പിന്നെ അല്ലെങ്കിൽ ഒരു കുഴി കുഴിച്ചിട്ട് സൈഡിലായിട്ടൊരു കുഴി കുഴിക്കുക. അതിനെ ലഹദ് എന്ന് പറയും. എന്താ പറയാ? ലഹദ്. പിന്നെ ഒരു കുറെ കല്ലുകൾ വെച്ചിക്കണു. ആ കല്ല് എന്ത് ചെയ്യും? ഇനി മേലേക്ക് ഇങ്ങനെ ഓരോന്ന് വെക്കും. എന്നിട്ട് പിന്നെ മണ്ണിട്ട് മൂടും. മണ്ണിട്ട് മൂടി എങ്ങനെയാക്കാരം? പിന്നെ മണ്ണൊക്കെ ഇട്ട് മൂടി പിന്നെ അവസാനം കബറിന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും? കാണുന്നുണ്ടോ നിങ്ങള്? അല്ലേ? നോക്കി. അപ്പൊ ഒന്നുകൂടി കാണിച്ചു തരാം. അതാണ് കബറിന്റെ അല്ലേ, നമ്മൾ തിന്മേന്ന് വിട്ടു നിൽക്കാൻ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ പോയിന്റ്. കബറിന്റെ ഇരുട്ടിൽ കിടക്കണമെന്ന ബോധം വളർത്തുക. ആ കബറിന്റെ ഇരുട്ടിൽ നമ്മൾ ഒറ്റക്കായിരിക്കും. അവിടെ നമ്മൾ എന്താ നന്മ ചെയ്തത്? ഒരു വലിയൊരു 6 അടി ഒരാളുടെ ഹൈറ്റിൽ കുഴി കുഴിച്ചിട്ട് മണ്ണെടുത്ത് മാറ്റും. പിന്നെ അതിന്റെ സെൻട്രൽ ഭാഗത്ത് വേറൊരു കുഴി കുഴിക്കും. എന്നിട്ട് മയ്യത്ത് ചെരിച്ചിട്ട് വെക്കും. അതിന്റെ മേലെ കല്ലുകൾ വെക്കും. അതിന്റെ മേലെ മണ്ണിട്ട് മൂടും. ഇതാണ് നമ്മുടെ നാട്ടിലത്തെ രീതി. എന്നാൽ അറബ് രാജ്യങ്ങളിലോ ഒരു വലിയ കുഴി കുഴിച്ചിട്ട് അതിന്റെ സൈഡ് ഭാഗത്ത് വേറൊരു കുഴി കുഴിക്കും. എന്നിട്ട് മയ്യത്ത് അതിലേക്ക് ഇറക്കി വെക്കും. പിന്നെ ആ കല്ല് എടുത്തിട്ട് ഇതിന്റെ മേലേക്ക് മൂടും. പിന്നെ മണ്ണിട്ട് അതിന്റെ മേലെ പിന്നെ ഇട്ട് നിറക്കും. അവസാനം ഖബർ ഇങ്ങനെ ആയിട്ട് മാറും. ഓക്കെ, കാണുന്നുണ്ടോ? കണ്ടില്ല നിങ്ങള്? അത് കാണുമ്പോ ഒരു പേടി വരുന്നുണ്ട്. ഇപ്പൊ നോക്കി, ഇപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് റൂം ഉണ്ടാകും. നിങ്ങൾക്ക് കിടക്കാൻ ഒരു ബെഡ് ഉണ്ട്, കട്ടിലുണ്ട്, അതേപോലെ തന്നെ നിങ്ങൾക്ക് തല വെച്ച് കിടക്കാൻ ഒരു പില്ലുണ്ട്, നിങ്ങൾക്ക് പിന്നെ പുതപ്പുണ്ട്, ഫാൻ ഉണ്ട്, ടേബിൾ ഉണ്ട്, ചെയർ ഉണ്ട്, ഒക്കെ ഉണ്ടാവും നിങ്ങളുടെ റൂമില്. എന്നാൽ ഖബറിൽ എന്താ ഉണ്ടാകുക? ഒന്നും ഉണ്ടാവൂലല്ലോ. ആ ഖബറിന്റെ ഇരുട്ടിൽ നമ്മൾ ഒറ്റക്ക്. അതിനോട് ഒരാൾ ഒരു അനുഭവം പറഞ്ഞിട്ടോ, ഈ അനുഭവം പറഞ്ഞ ആളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ മരിച്ച സമയത്ത് ഈ മനുഷ്യന്റെ മയ്യത്ത് ഖബറടക്കാൻ വേണ്ടിയിട്ട് ഇവരൊരു ഖബറ് കുഴിച്ചു. ഒരു 3-4 പേര് ചേർന്നിട്ടാണ് ഖബറ് കുഴിച്ചത്. ഖബറ് കുഴിച്ചിട്ട് എന്ത് ചെയ്തു? പിന്നെ ആ മയ്യത്ത് അതിലേക്ക് ഇറക്കി വെക്കുന്നതിന് മുമ്പ് ബാക്കിയുള്ള ആളുകളൊക്കെ പുറത്തു പോയി. അപ്പൊ ഇയാൾ മാത്രം ഉണ്ട് അവിടെ. അപ്പൊ ആരും ഇല്ലാന്ന് മനസ്സിലാക്കിയിട്ട് ഇയാൾ 4 ഭാഗത്തേക്ക് നോക്കി. ആരും ഇല്ല അവിടെ. ഖബർസ്ഥാനിലൊന്നും ആരും ഇല്ല. ശ്രദ്ധിക്കണേ, ഖബർസ്ഥാനിലൊന്നും ആരും ഇല്ലാന്ന് കണ്ടപ്പോ എന്ത് ചെയ്തു? ഇയാൾ ആ ഖബർക്ക് ഇറങ്ങി കടന്നു. ഖബറിലൊന്ന് ഇറങ്ങി കടന്നു നോക്കി. എന്നിട്ട് ഇയാൾ പറയണ, ഖബറിൽ അങ്ങോട്ട് കടന്നപ്പോഴേ എനിക്ക് എന്താണ് അനുഭവപ്പെട്ടത് എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയുന്നില്ല. ഒന്ന് നോക്കാൻ, ഒന്ന് ചിന്തിച്ച് നോക്കാൻ. നിങ്ങൾ ഇങ്ങനെ ആ ഖബറിൽ ഇങ്ങനെ കിടക്കണ രംഗം ഇങ്ങനെയാണ് കിടക്കുക? ഖബറിലല്ല, ഇങ്ങനെ ചിരിച്ചിട്ടാണ് കിടക്കുക. നമ്മുടെ മയ്യത്ത് ഇങ്ങനെ ചിരിച്ചിട്ട്. എന്നിട്ട് അതിന്റെ മേലെ കല്ല് ഇങ്ങനെ വെക്കും. ആ കല്ലിന്റെ ഇടയിൽ ചെറിയ ഓട്ട ഉണ്ടെങ്കിൽ മണ്ണും വെള്ളം പാടെ കലർത്തിയിട്ട് ചളിയാക്കിയിട്ട് അതെന്ത് ചെയ്യും? ആ ദ്വാരത്തിന്റെ മേലെ, ഓട്ടന്റെ മേലെ പൊതിയും. എന്നിട്ട് നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ 3 പിടി മണ്ണിടും. ബാക്കിയുള്ള മണ്ണിട്ട് മൂടും.
എന്നിട്ട് ഇവരൊക്കെ പോകും. പിന്നെ ആ കബറിന്റെ ഇരുട്ടിൽ നമ്മൾ ഒറ്റക്ക്. ഒരു ഇരുട്ടുള്ള റൂമൊന്ന് മനസ്സിൽ വിചാരിച്ചു നോക്കാണ്. ആരും ഇല്ലാതെ ഇരുട്ടുള്ള റൂമിൽ നമ്മൾ ഒറ്റക്ക് ഇങ്ങനെ ഇരിക്കുക. ഇപ്പൊ നമുക്ക് കയ്യും കാലൊക്കെ നിവർത്താനൊക്കെ പറ്റും. അപ്പോഴോ അങ്ങനെ ആ പിന്നെ കബറിന്റെ ഇരുട്ടിൽ മണ്ണൊക്കെ ഇട്ട് മൂടിയിട്ട് നമ്മുടെ എല്ലാ കുടുംബക്കാരും പോയതിനു ശേഷം 2 മലക്കുകൾ വരും. ഇല്ല, ആ മലക്ക് വന്നിട്ട് എന്തൊക്കെ ചോദിക്കുക? നമ്മൾ സ്കൂളിൽ എത്ര വരെ പഠിച്ചു എന്ന് ചോദിക്കോ? എന്താ പേര് എന്ന് ചോദിക്കോ? ഇല്ല, എന്താ ചോദിക്കുക? റബുക്ക നിന്റെ റബ്ബ് ആരാണ് എന്ന് ചോദിക്കും. പിന്നെ ദീനെ കുറിച്ച് ചോദിക്കും, നബിനെ കുറിച്ച് ചോദിക്കും, ഖുർആനിനെ കുറിച്ച് ചോദിക്കും. ഇങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പൊ അവിടെ ഉത്തരം പറയാൻ കഴിയണമെങ്കിൽ ആരൊക്കെ ഉത്തരം പറയാൻ കഴിയുക? ഇതിലൊക്കെ ഉത്തരം പറയാൻ കഴിയുന്നത് ആർക്കാ? വിശ്വാസികൾ വിശ്വാസികളായ ആളുകൾക്ക്, തിന്മിന്നൊക്കെ വിട്ടുനിന്ന് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ജീവിതം നയിക്കുന്ന ആളുകൾക്ക് മാത്രമേ അവിടെ ആൻസർ പറയാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിലോ, ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിലോ ഈ മലക്കുകൾ അടിക്കും. മലക്കുകൾ അടിക്കുന്ന സമയത്ത് ഹദീസിൽ കാണാൻ കഴിയും, അവരടിക്കണത് ഒരു പർവ്വതത്തിലാണെങ്കിൽ, മൗണ്ടെയിനിലാണെങ്കിൽ ആ പർവ്വതം പൊടിഞ്ഞു പോകും. അത്രക്ക് സ്ട്രോങ്ങിലൊക്കെ അടിക്കുക. ആ അടിയാണ് മനുഷ്യന്റെ ശരീരത്തിലേക്ക് അവിടെ കബറിൽ ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിൽ മലക്കുകൾ അടിക്കുക. ഇത് തമാശയല്ല, ഇത് കോമഡി അല്ല, ഇത് ട്രോളല്ല. നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. തിന്മീന് നമുക്ക് വിട്ടു നിൽക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ 5 കാര്യങ്ങൾ ആലോചിക്കണം. അതിൽ ഒന്നാമത്തെ പോയിന്റ്, അള്ളാഹു ഫുൾ ടൈം നമ്മളെ കാണുന്നു, ഫുൾ ടൈം നമ്മൾ നോക്കുന്നു എന്ന ചിന്ത മനസ്സിലുണ്ടാകുക. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? 2, നമ്മളൊക്കെ ഏത് സമയത്ത് വേണമെങ്കിലും മരണപ്പെടാം. മരണത്തിന് പ്രായമാകണമെന്നില്ല. കുറെ മുതിർന്ന ആളുകൾക്ക് മരണം ഉണ്ടാകുന്നില്ല. എപ്പോ വേണമെങ്കിലും മരിക്കാം. ഇപ്പൊ ഇന്ന് നമ്മളുണ്ട്, നാളെ ഈ സമയത്ത് നമ്മൾ എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല. നാളെ ഈ സമയത്ത് നമ്മൾ ഖബറിലാണോ നമ്മുടെ വീട്ടിലാണോ ഉറങ്ങുക എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഖബറിനെ കുറിച്ച് കൂടുതലായിക്കൊണ്ട് ചിന്തിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? നാലാമത്തെ പോയിന്റ് പറയട്ടെ? ഓക്കെ, സ്ക്രീനിൽ നോക്കിയും എന്താ നാലാമത്തെ പോയിന്റ്? നാലാമത്തെ പോയിന്റ് ഖബറും തിന്മന്ന് രക്ഷപ്പെടാനുള്ള നാലാമത്തെ പോയിന്റ് ഇതാ, അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണക്ക് നിൽക്കണമെന്ന ചിന്ത ഉണ്ടാകണം. പോയിന്റ് എഴുതണേ, അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണക്ക് നിൽക്കണമെന്ന ചിന്ത ഉണ്ടാകണം. അള്ളാഹിന്റെ മുമ്പ് പോയിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ വിചാരണക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കണം. അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണക്ക് നിൽക്കേണ്ടി വരും എന്ന ചിന്ത ഉണ്ടാകുക. എഴുതിയോ? എഴുതിയോ മക്കളെ? ഹലോ, എഴുതിയോ? അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണക്ക് നിൽക്കേണ്ടി വരും എന്ന ചിന്ത ഉണ്ടാകുക. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണേ, നമ്മൾ ചെയ്ത ഒരു കാര്യം നമ്മൾ ഇന്ന് പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്തത് ഒരു റെക്കോർഡാക്കിയിട്ട് നിങ്ങളുടെ പേരൻസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ ചെയ്ത A to Z കാര്യങ്ങൾ നമ്മുടെ പേരൻസ് കാണുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ ഇതന്നെ നമുക്ക് പിന്നെ നമ്മുടെ മരണം വരെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, നമ്മൾ A to Z കാര്യങ്ങൾ അതൊരു റെക്കോർഡാക്കിയിട്ട് അള്ളാഹു കാണുന്ന ഒരു അവസ്ഥ ചിന്തിച്ചു നോക്കാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, നമ്മൾ എന്തൊക്കെ കാണുന്നു, നമ്മൾ എന്തൊക്കെ കേൾക്കുന്നു, നമ്മൾ ആരോടൊക്കെ സംസാരിക്കുന്നു, നിങ്ങൾ വീട്ടിൽ എങ്ങനെയാണ്, നിങ്ങൾ സ്കൂളിൽ എങ്ങനെയാണ്, ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തേക്ക് പോകുമ്പോൾ എങ്ങനെയാണ്, ഇതെല്ലാം ആര് കാണുന്നുണ്ട്? അള്ളാഹു കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ റെക്കോർഡാണ്. ഇതെല്ലാം ഒരു ഗ്രന്ഥ രൂപത്തിലാക്കി നമ്മുടെ കയ്യിൽ തരും. അപ്പൊ അത് ഇങ്ങനെ വാങ്ങിയിട്ട് അള്ളാഹിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കാം. അള്ളാഹിന്റെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കണം. അപ്പൊ അതൊരു ഗ്രന്ഥ രൂപത്തിലാക്കിയിട്ട് അള്ളാഹു നമുക്ക് തരും. നമ്മൾ ചെയ്തതും
നമ്മൾ ടൈപ്പ് ചെയ്തതും നമ്മൾ കണ്ടതും നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്നപ്പോൾ സംസാരിച്ചതും നമ്മൾ പുറത്തേക്ക് പോയപ്പോ നമ്മൾ ചെയ്തതും ഒക്കെ ആര് കണ്ടു? അള്ളാഹു കണ്ടു. ഇതെല്ലാം നാളെ പരലോകത്ത് നമ്മുടെ പാരൻസ് കാണും. ഇതെല്ലാം നാളെ പരലോകത്ത് നമ്മുടെ റിലേറ്റീവ്സ് കാണും. ഇതെല്ലാം നാളെ പരലോകത്ത് നമ്മുടെ നെയ്ബേഴ്സ് കാണും. ഇപ്പൊ ആരും കാണുന്നില്ല. ഇപ്പൊ നമ്മൾ അതൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ്. ഹൈഡ് ചെയ്ത് വെച്ച് നമ്മൾ അതെല്ലാം ഡിലീറ്റ് ചെയ്ത് വെച്ച് ആരും കാണുന്നില്ല എന്ന് വിചാരിക്കുകയാണെങ്കിലും അതെല്ലാം നാളെ പരലോകത്ത് ഇതൊക്കെ കൊണ്ടുവരും. അപ്പോ തിന്മയിൽ നമ്മൾ വിട്ടു നിൽക്കാനേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, 4ാമത്തെ പോയിന്റ്, നാളെ അള്ളാന്റെ മുൻപിൽ വിചാരണക്ക് വേണ്ടി നിൽക്കേണ്ടി വരും എന്ന ചിന്ത ഉണ്ടാകണം. ഇപ്പൊ ഇന്ന് നിങ്ങൾ ചെയ്ത ഒരു തെറ്റ് നിങ്ങളുടെ വാപ്പ അറിഞ്ഞു, നിങ്ങളുടെ ഉമ്മ അറിഞ്ഞു. വാപ്പാന്റെ മുമ്പിൽ പോയിട്ട് അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് പേടിയാണ്. ഉമ്മ അറിയുമെന്നുള്ള പേടിയാണ്. അത് ഒരു തെറ്റ് മാത്രമാണെങ്കിൽ. അപ്പൊ നമ്മൾ ചെയ്ത A to Z കാര്യങ്ങളെല്ലാം അള്ളാഹു അറിയുന്നുണ്ടെങ്കിൽ, അള്ളാഹു കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താക്കാരാണ്? അതൊക്കെ നാളെ പരലോകത്തെ എല്ലാവരും ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകൾ അതിങ്ങനെ കാണുന്ന സമയത്ത് ഒരു സ്ക്രീനിൽ എന്ന രൂപത്തിൽ അതെല്ലാം ആളുകൾ കാണുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ എന്താക്കാരാണ് നമ്മുടെ അവസ്ഥ? അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അമീൻ പറയും. ഓക്കെ, അപ്പോ അതാണ് 4ാമത്തെ പോയിന്റ്. ഇനി അവസാനത്തെ പോയിന്റിനും പറഞ്ഞാൽ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. നോക്കി, അവസാനത്തെ ഒരു പോയിന്റ് എന്താണ്? അവസാനത്തെ പോയിന്റ് ഒന്ന്, നമ്മൾ പറഞ്ഞു അള്ളാഹു സദാസമയം നമ്മളെ കാണുന്നു എന്ന ചിന്ത മനസ്സിലുണ്ടാകുക. 2, നമ്മള് മരണം ഏത് സമയത്തും നമുക്ക് സംഭവിക്കാം എന്ന് ഉറപ്പിക്കുക. 3, ഖബറിന്റെ ഇരുട്ടിൽ കിടക്കണമെന്ന ബോധം ഉണ്ടാവുക. 4, അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണക്ക് നിൽക്കണമെന്ന ചിന്ത ഉണ്ടാകുക. ഇനി അവസാനത്തെ പോയിന്റ്, പരലോകമാണ് ശാശ്വതം എന്ന് ബോധ്യപ്പെടുക. എല്ലാവരും എഴുതണേ. അവസാനത്തെ പോയിന്റ്, പരലോകമാണ് ശാശ്വതം എന്ന് ബോധ്യപ്പെടുക. പരലോകമാണ് ശാശ്വതം എന്ന് ബോധ്യപ്പെടുക. എഴുതി കഴിഞ്ഞാൽ പറയണേ. കഴിഞ്ഞു. എല്ലാരും എഴുതിയോ? കഴിഞ്ഞു. ഓക്കെ, അപ്പൊ പരലോകമാണ് ശാശ്വതം എന്ന് ബോധ്യപ്പെടുക. അഥവാ ഈ ദുനിയാവ് കുറെ കാലമൊന്നും ഉണ്ടാകൂല അല്ലെ? നമ്മളൊക്കെ ഏറിപ്പോയി എത്ര കൊല്ലം ജീവിക്കുക? ഒരു 60 കൊല്ലം അല്ലെ? അല്ലെങ്കിൽ ഒരു 50 കൊല്ലം, അല്ലെങ്കിൽ ഒരു 70 കൊല്ലം, അത്രയ്ക്കല്ലേ നമ്മൾ ജീവിക്കുള്ളൂ? കുറേ കൊല്ലം മരിക്കാതെ നമ്മൾ ആരെങ്കിലും ഉണ്ടാകുമോ? ഇല്ല, നമ്മളൊക്കെ മരിക്കും. കുറച്ചു കാലം കഴിഞ്ഞാൽ നമ്മളൊക്കെ മരിക്കും. അപ്പൊ ഈ ദുനിയാവ് എന്ത് ചെയ്യും? ഈ ദുനിയാവ് നശിക്കുകയും ചെയ്യും. ഖിയാമത്ത് നാൾ സംഭവിച്ചാല് ഈ ദുനിയാവ് ഇല്ലാതാവും. ശരിക്കും ശ്രദ്ധിക്കണം മക്കളെ, എല്ലാവരും ശ്രദ്ധിക്കണ്ടോ? ഈ ദുനിയാവ് ഇല്ലാതാകുകയും ചെയ്യും. അപ്പൊ ഇതല്ല യഥാർത്ഥ ജീവിതം. ഈ ദുനിയാവല്ല യഥാർത്ഥ ജീവിതം. നമ്മുടെ യഥാർത്ഥ ജീവിതം എവിടെയാണ്? പരലോകത്താണ്. പക്ഷെ അത് 4ാം ക്ലാസ്സിൽ മദ്രസ എടുക്കുന്ന സമയത്ത് ഇവിടെയുള്ള കുട്ടികൾക്ക് സ്വർഗത്തെ കുറിച്ചും നരകത്തെ കുറിച്ചും പറഞ്ഞു കൊടുത്തു. എത്രാം ക്ലാസ്സിലെ ക്ലാസ് എടുത്തത് സാറ്? 4ാം ക്ലാസ്. 4ാം ക്ലാസ്സിൽ. അപ്പൊ അങ്ങനെ 4ാം ക്ലാസ്സിൽ എടുക്കുന്ന സമയത്ത് കുട്ടികളോട് എന്ത് ചെയ്തു? സ്വർഗത്തെ കുറിച്ചും നരകത്തെ കുറിച്ചും പറഞ്ഞു കൊടുത്തപ്പോ ഒരു കുട്ടി ഉസ്താദിനോട് ചോദിക്കണോ, ഉസ്താദെ നരകത്തിലെ ഏറ്റവും പ്രയാസമുള്ളത് എന്താണെന്ന് അറിയുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു നരകത്തിൽ ഉണ്ടാകുന്ന ശിക്ഷകളാണ്, ആ നരകത്തിൽ ഉണ്ടാകുന്ന അദാബുകളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ ആ കുട്ടി പറയാണ്, അതെ നരകത്തിൽ ഏറ്റവും പ്രയാസം അതൊക്കെയാണെങ്കിലും നരകത്തിൽ ഏറ്റവും പ്രയാസം എന്താ? അവിടെ മരണമില്ല എന്നുള്ളതാണ്. മരണമല്ല, എത്ര ശിക്ഷ അനുഭവിച്ചാലും അവിടെ എന്ത് വരുന്നില്ല? മരണം സംഭവിക്കണില്ല. സ്വർഗത്തിൽ ഏറ്റവും വലിയ സുഖാനുഭൂതി എന്താണെന്ന് അറിയോ? ഉസ്താദിനെ ആ കുട്ടി ചോദിക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അള്ളാനെ കാണാൻ പറ്റും, നമുക്ക് ഒരുപാട് സുഖങ്ങൾ ഉണ്ടാകും, നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ സ്വർഗത്തിൽ കിട്ടും. അപ്പൊ ആ കുട്ടി പറയാണ്, ഉസ്താദെ കാര്യമൊക്കെ ശരി തന്നെയാണ്, പക്ഷെ സ്വർഗത്തിലും എന്തില്ല? മരണമില്ല എന്നുള്ളതാണ്. എത്ര കാലം വേണമെങ്കിലും നമുക്ക് ജീവിക്കാം, മരണമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണ്, എങ്ങനെയാക്കാരം സ്വർഗം അല്ലെങ്കിൽ എങ്ങനെയാക്കാരം നരകം?
മരണമില്ലാതെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. മരണമല്ല അവിടെ മരിക്കാതെ ഇങ്ങനെ കാലാകാലം ജീവിക്കും. നിങ്ങൾ എല്ലാ ആളുകളും ഒന്ന് കണ്ണൊന്ന് അടയ്ക്കും. എല്ലാ ആളുകളും കണ്ണൊന്ന് ക്ലോസ് ചെയ്യും. എല്ലാ ആളുകളും ക്ലോസ് ചെയ്യാത്ത ആളുകളുണ്ട്. ഷെസ, ഷിഹാൻ ക്ലോസ് ചെയ്യണം. ഓക്കെ, പിന്നെ ബാക്കിയുള്ള ആളുകൾ വീഡിയോ ഓൺ ആക്കി. മായിഷ, നിഷാന, ആ ചില ആളുകൾ വീഡിയോ ഓഫ് ആക്കി. ഓക്കെ, കണ്ണടച്ചോ. ഇനി ഉസ്താദ് പറയുന്ന കാര്യങ്ങളൊന്ന് മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ, പിന്നെ അഥവാ നിങ്ങള് പിന്നെ സ്വർഗത്തിലാണ്. ആ സ്വർഗത്തില് നിങ്ങൾ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര കൊല്ലം? 1 കൊല്ലമല്ല, 2 കൊല്ലമല്ല, 10 അല്ല, 100 അല്ല, 1000 അല്ല, 10,000 അല്ല. ഇങ്ങനെ മരണമില്ലാതെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. അഥവാ അവിടെ മരണമില്ല. എങ്ങനെയായിരിക്കും? മരണമില്ലാതെ വീണ്ടും വീണ്ടും ഇങ്ങനെ കൊല്ലങ്ങളോളം ജീവിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു തീരുമാനിക്കുന്ന കാലത്തോളം അവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഈ ദുനിയാവിൽ നമ്മളിപ്പോ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കും. കുറച്ചു കാലം നമ്മൾ ഉണ്ടാകുള്ളൂ. എന്നാൽ അവിടെ മരണമല്ല. അവിടെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും. ഇനി കണ്ണു നോക്കണേ. അപ്പൊ നാലിച്ച് നോക്കണേ, എന്താക്കാരല്ല അവിടെ സ്വർഗത്തിൽ എന്തായിരിക്കും. അപ്പോ നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്, ഇവിടെ നമ്മൾ കേവലം ഒരു സുഖത്തിന് വേണ്ടിയിട്ട്, ഇവിടുത്തെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണതൊക്കെ നാളെ പരലോകത്ത് സ്വർഗ്ഗമാണ് നമുക്ക് നഷ്ടമാകുന്നത്. നമ്മൾ ഈ റീൽസിൽ ചെയ്യണതും പിന്നെ അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു വൈബിന് വേണ്ടി നമ്മൾ ചെയ്യണ കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ അതിന്റെ പിന്നാലെ നമ്മൾ പോകുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ പരലോകമാണ്. ഇവിടെ ഉള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ഏറിപ്പോയ ഒരു 50 കൊല്ലം 60 കൊല്ലം മാത്രം. എന്നാൽ സ്വർഗത്തിലുള്ള ജീവിതം അവിടെ മരണമല്ലാതെ കാലാകാലമുള്ള ജീവിതം. മരിക്കാതെ ഇങ്ങനെ വീണ്ടും വീണ്ടും വർഷങ്ങളോളം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് നമ്മൾ വേണ്ടത്. അതിനാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഇവിടെയുള്ള ഈ ഒരു റീൽസ് കാണുന്ന ജീവിതമല്ല യഥാർത്ഥ റിയൽ ലൈഫ്. അതെപ്പോഴും മനസ്സിലാക്കുക. ഈ ഒരു 1.5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റിൽ കാണുന്ന ഒരു റീൽസ് ഇല്ലേ, അതല്ല റിയൽ ലൈഫ്. അതിനപ്പുറമാണ് നമ്മുടെ റിയൽ ലൈഫ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? തിന്മകളിൽ നിന്ന് കഴിവിന്റെ പരമാവധി വിട്ടു നിൽക്കുക. നമ്മൾ കളവ് പറയുന്നതിനെ നമ്മൾ സൂക്ഷിക്കണം. അതേപോലെ തന്നെ മാതാപിതാക്കളോട് എതിര് പറയുന്നതിന്, മാതാപിതാക്കൾ ഒരു കാര്യം പറയുന്ന സമയത്ത് അതിനെതിര് ചെയ്യുന്നതിനെ നമ്മൾ പേടിക്കണം. നമുക്ക് ഈ ഒരു പ്രായത്തിൽ ഉണ്ടാകുന്ന അഫയറുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതൊക്കെ ഒരു ടൈം പാസിന് വേണ്ടി തുടങ്ങണമായിരിക്കും. പക്ഷെ അതുമൂലൊക്കെ നഷ്ടമാക്കുന്നത് വലിയ വലിയ നന്മകളാണ്. പിന്നെ തിന്മയുടെ മേഖലയിലേക്ക് പോകുന്ന അവസ്ഥയാണ്. അതേപോലെ തന്നെ സിനിമയും മ്യൂസിക്കും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതൊക്കെ നമ്മൾ വിട്ടു നിർത്തുക. എങ്കിലേ നമുക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അതാണ് നമ്മുടെ ജീവിതം. അതാണ് നമ്മുടെ യഥാർത്ഥ ജീവിതം. അവിടെയാണ് നമ്മൾ രക്ഷപ്പെടേണ്ടത്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഓക്കെ, അപ്പോ നമ്മൾ ഇന്ന് പറഞ്ഞത് എന്താണ്? തിന്മയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള 5 പോയിന്റ്സ് ആണ്. ഒന്നൊരാൾ പറയും ഒന്നാമത്തെ പോയിന്റ്. അള്ളാഹു ഫുൾ ടൈം കാണുന്നുണ്ടെന്ന് ബോധ്യം. ഓക്കെ, അള്ളാഹു ഫുൾ ടൈം നമ്മളെ കാണുന്നുണ്ട് എന്നുള്ള ചിന്ത. ശരി. സെക്കൻഡ് പോയിന്റ്, മരണം ഏത് സമയത്തും പിടികൂടാം. മരണം ഏത് സമയത്ത് നമ്മളെ പിടികൂടാം. മാഷാ അല്ലാഹ്. മൂന്നാമത്തെ പോയിന്റ്, ഖബറിന്റെ ഇരുട്ടിൽ കിടക്കുന്ന ബോധം വളർത്തുക. മൂന്നാമത്തെ പോയിന്റ്, ഖബറിന്റെ ഇരുട്ടിൽ നമ്മളെ കിടക്കേണ്ടി വരും എന്ന ചിന്ത ഉണ്ടാകണം. നാലാമത്തെ പോയിന്റ്, അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണക്ക് അള്ളാഹിന്റെ മുമ്പിൽ വിചാരണക്ക് വേണ്ടി നിൽക്കേണ്ടി വരും എന്നുള്ള ചിന്ത ഉണ്ടാകുക. പരലോകം ശാശ്വതമാണെന്നുള്ള വിശ്വാസം. പരലോകമാണ് ശാശ്വതം, ഇതല്ല യഥാർത്ഥ ജീവിതം. പരലോകമാണ് യഥാർത്ഥ ജീവിതം എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ശരി. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതില്? ഇല്ല. ഓക്കെ, അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. പിന്നെ ഇത്ര മതി. ബാക്കിയുള്ളത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സൂചിപ്പിക്കാം. ശരി, എന്നാ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം.